നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പി.സി. ജോർജിനെ കോടതി ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. പി.സി. ജോർജിന്റെ പ്രസംഗ ശൈലിയും സംസാര ശൈലിയും ഒക്കെ പണ്ടേ പ്രസിദ്ധമാണ്. കുറുക്കിക്കൊള്ളുന്ന അടിയാണ് ജോർജിന്റെ കരുത്ത്. നർമ്മം മുതൽ അതിരൂക്ഷ വിമർശനങ്ങൾ വരെ നന്നായി പറയാനും അറിയാം. ആ ജനകീയ ശൈലിയുടെ ചില ഇളവുകളൊക്കെ നാട്ടുകാരുമൊക്കെ നേരത്തെ ജോർജിന് നൽകിയിരുന്നു. അത് ചിലപ്പോഴൊക്കെ അതിര് കടന്നിട്ടുണ്ടെങ്കിലും വർഗീയ വിദ്വേഷത്തിലേക്കൊന്നും പോയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ജോർജിന്റെ പരാമർശങ്ങൾ പലതും അങ്ങനെയല്ല, ബോധമുള്ള ഒരു നേതാവിന് യോജിച്ചതല്ല. പ്രത്യേകിച്ച് പി.സി. ജോർജിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിന് ഒരിക്കലും യോജിച്ച വാക്കുകളല്ല അദ്ദേഹത്തിൽ നിന്നും വരുന്നത്. കടുത്ത വർഗീയ വിഷം ചീറ്റുന്ന വാക്കുകൾ ഒന്നല്ല, പല തവണയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജോർജ് ആവർത്തിച്ചത്. ജോർജിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യനല്ലെന്നാണ് കോടതി തന്നെ പറഞ്ഞത്. പി.സി. ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. 3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരെ നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് പലപ്പോഴും കേസുകൾ വന്നതും ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വരുന്നതും. കേരള കോൺഗ്രസിൽ നിന്നും ജോർജിന്റെ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷമാണ് അദ്ദേഹം ഈ വർഗീയ വിഷം ചീറ്റൽ ആവർത്തിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. എന്തായാലും ശ്രീ പി.സി. ജോർജ് നന്നാവില്ലേ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ പി.സി. ജോർജ് പണ്ടും അദ്ദേഹം ഇങ്ങനെ വാവിട്ട വാക്കുകളൊക്കെ പറയുമായിരുന്നു, പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ഒരു വർഗീയ വിദ്വേഷത്തിലേക്കോ ഒന്നും പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിലെ ചില തമാശകളൊക്കെ അങ്ങ് ക്ഷമിച്ചു ഇരുന്നാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, തുടർച്ചയായി വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ് പി.സി. ജോർജ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ജോർജ് ഇനിയെങ്കിലും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇത്രയും അനുഭവ പരിചയമൊക്കെ ഉള്ള ആളല്ലേ, പുള്ളിക്ക് നന്നായിക്കൂടെ? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. പി.സി. ജോർജ് എന്നല്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു മതത്തെയും പറ്റി അപവാദം പറഞ്ഞ് പരത്താൻ പാടില്ല. ഒരു മതത്തെ അങ്ങനെ പറയുന്ന ആളുകളെ എന്ത് ചെയ്യണം അറിയാം, പിറ്റേന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇത് ചെയ്യാത്തതാണ് ഓരോരുത്തരും പല ആവർത്തികൾ ഇതിന്റെ പിന്നിൽ പോകുന്നുണ്ട്. ഇപ്പൊ പി.സി. ജോർജ് ഇന്ന് മാധ്യമക്കാരോട് പറഞ്ഞൊരു വാക്ക് കേട്ടോ, വളരെ വളരെ കൂളായിട്ട് സംസാരിച്ചത്, ഞാൻ പോയിട്ട് വരട്ടടാന്ന് പ്രതികരിച്ചതാ, മൈക്ക് തട്ടിക്കളഞ്ഞേച്ച്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ പി.സി. ജോർജ് തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തുടർച്ചയായി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് അദ്ദേഹം ഇങ്ങനെ? നമസ്കാരം സാർ, എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു MLA ആയത്. അതെ, ആയിരുന്നു. അതെ, MLA ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും അങ്ങോട്ട് അടിഞ്ഞോട്ട് ചാടി വന്നപ്പോ പിന്നെ വർഗീയത എടുത്തു തുടങ്ങി. വർഗീയത എടുത്തു തുടങ്ങി വായിൽ വന്ന എന്തും വിളിച്ച് പറയാന്നുള്ളൊരു അധികാരം അദ്ദേഹത്തിനും മനസ്സിലും ശരീരത്തിലും രൂപഭാവത്തിലും ഉണ്ടായി. അന്നൊന്നും ഒരു കോടതി കേസായി പോയി അകത്തോർന്ന് വന്നു. വീണ്ടും ഇപ്പോഴീ എന്താ വർഗീയത പറഞ്ഞ ആ മനുഷ്യനെ, ആ അദ്ദേഹത്തിനെ പോലീസ് തൊട്ടിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി 5 മണി വരെ 6 മണി വരെ കസ്റ്റഡി വിട്ടിട്ട് അവിടെ ഈ ജാമ്യം കിട്ടുമ്പോഴെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും ജാമ്യം കൊടുക്കരുതേ എന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇനി പറ്റില്ല. അദ്ദേഹം ഇരുന്ന് ഏതെങ്കിലും നല്ല വ്യക്തമാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. പറഞ്ഞോളൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ 6-ാം തമ്പുരാൻ സിനിമയിൽ പറയുന്ന പോലെ കൈവിട്ട ആയുധം വാവിട്ട വാക്ക്, ഇത് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ നേരത്തെ സുരേഷ് ഗോപി സാറിന് ഇതേപോലെ ഒരു അബദ്ധം പറ്റിയപ്പോൾ നമ്മളൊന്ന് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അത് തന്നെ രാഷ്ട്രീയത്തില് വന്നിട്ട് അങ്ങനെ ഒരു ശക്തി കാണിച്ചുവെങ്കിലും ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോജിച്ച രീതിയിലുള്ള സംസാരമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇതിനു മുമ്പ് വിവാദങ്ങൾ പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം, അല്ലേ? പക്ഷെ അദ്ദേഹം മുമ്പൊക്കെ ഇത്തരം വർഗീയ പരാമർശങ്ങളൊന്നും നടത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നത് ചില അല്ലാത്ത തമാശകളും ആ തരത്തിൽ കുറിക്കൊള്ളുന്ന വർത്തമാനമൊക്കെ പറയുന്ന നേതാവായിരുന്നു. വലിയ ജനപ്രിയനൊക്കെ ആയിരുന്നു പി.സി. ജോർജ് മുമ്പ്. പിന്നീടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്തരം വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയത്.
ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ജാതിയോ മതമോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ ചിന്തിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ PC ജോർജ് കഴിഞ്ഞ കുറച്ചു കാലമായി ആവർത്തിച്ച് വർഗീയ വിഷം ചീറ്റുന്ന വർത്തമാനമാണ് പറയുന്നത്. PC ജോർജ് എന്ന നേതാവ് വലിയ ജനപ്രിയമൊക്കെ ഉള്ള നേതാവായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോഴദ്ദേഹം എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. ഈ PC ജോർജിന് ഇപ്പം ജനപിന്തുണ ഇല്ല ആരാ സാറിനോട് പറഞ്ഞത്? PC ജോർജ് നിന്ന് അവിടെ തോറ്റതിന്റെ കണക്കൊക്കെ താങ്കൾക്കറിയില്ലേ? തോറ്റത് ഒരു വിഭാഗം തീവ്രവാദികൾ വോട്ട് തിരിച്ചു ചെയ്തതുകൊണ്ടാ. ഏതെങ്ങനെയാണ് മത തീവ്രവാദികൾ വോട്ട് തിരിച്ച്? അവരുടെയൊക്കെ വോട്ട് കൊണ്ട് തന്നെ, അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ട് കൊണ്ടല്ലേ ഇത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്നത്? ഹലോ, 921 ഊരിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പ്രകടനം നടത്തിയപ്പോൾ നിങ്ങൾ കേസെടുത്തിനോ? അതൊന്നും അല്ലല്ലോ ശ്രീ ബാലകൃഷ്ണൻ ഇവിടെ വിഷയം. 921 പാൾ ഊരിയത് RSSനെതിരായിട്ടാണോ? RSS ഉണ്ടായത് 925 അപ്പൊ അത്ര വലിയ വർഗീയം അതിലും മലരും കരുതിക്കോന്ന് പറഞ്ഞ് അതിനൊക്കെ ശ്രീ ബാലകൃഷ്ണൻ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. അവലും മലരും ഒക്കെ ചർച്ച ചെയ്യുകയും കേസെടുക്കുകയും ചെയ്താണ്. അതൊക്കെ അവരൊക്കെ ഒരു കുട്ടി പറഞ്ഞതിനെതിരെ കേസെടുത്തിട്ട് വന്നു. അതുപോലെ അതോ PC ജോർജിനെ പോലെ ഒരാൾ ഇത്രയും പ്രായമുള്ള 10-50 വർഷത്തോളം ഒരു രാഷ്ട്രീയ പരിചയമുള്ള ആളല്ലേ? രാഷ്ട്രീയ പരിചയമുള്ള ആള് പരിചയത്തോടു കൂടി തന്നെ അദ്ദേഹം പറഞ്ഞത്. അത് ആ പറഞ്ഞ വർഗീയ വിദ്വേഷം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്നുള്ളതാണ് വിഷയം. പറഞ്ഞിരിക്കും ഒരു വിഭാഗത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇനിയിപ്പോൾ അകത്ത് കിടക്കാൻ പോകുന്നത്. 14 ദിവസം എങ്ങനെ ജയിലിലിട്ടാണ് വിട്ടത്. ജയിലിലിട്ട് PC ജോർജ് നേരത്തെ കുഴപ്പമില്ലായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ. ഈ വർഗീയ വിദ്വേഷം പറയാൻ തുടങ്ങിയ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ താങ്കളുടെ പാർട്ടിയിലുമായി അനുഭവം തുടങ്ങിയ ശേഷമാണ്. അതിനു മുമ്പ് അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ആര് പറഞ്ഞാണ് കേസ് എടുക്കാത്തത്? 921 ഊരിയ കത്തി ആര് ഊരിയ കത്തി എവിടെ വെച്ചെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ആർക്കെതിരായിട്ട ഊരിയത്? കോഴിക്കോട്ടാണ് വിളിച്ചത്. ഈ PC ജോർജിനെതിരെ കേസ് എടുക്കേണ്ട അയാൾ പറഞ്ഞത് ശരിയാണ് എന്നാണോ താങ്കളുടെ അഭിപ്രായം? എങ്ങനെ? PC ജോർജ് പറഞ്ഞത് ശരിയാണെന്നാണോ താങ്കളുടെ അഭിപ്രായം? ഒരു വിഭാഗത്തിനെതിരായിട്ട് മാത്രം പ്രതികരിക്കുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കുന്നതായിട്ട് തെറ്റെന്ന് ഇത് ഒരു വിഭാഗത്തിനെതിരെയല്ല, വർഗീയ വിഷം ചീറ്റുന്ന വർത്തമാനം പറയാൻ കൊള്ളാം. വർഗീയ വിഷം തന്നെ ചീറ്റേണ്ടി വരും. വർഗീയ വിഷം ചീറ്റുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അകത്ത് അത്രേ ഉള്ളൂ. അദ്ദേഹം ധീരനാണ്. കൊള്ളാം. എന്തായാലും താങ്കളുടെ പാർട്ടി ഇത് അറിയരുത്, അവർക്ക് കൂടി നാണക്കേടാവും ഇതൊക്കെ കേട്ടോ. കേരളത്തെ സംസ്ഥാന മന്ത്രിയാവും അടുത്ത പ്രാവശ്യം. ആര് അവിടെ എവിടെ നിന്ന് ജയിച്ച്? എവിടെ? അത് താങ്കൾ വിശ്വസിക്കണം. താങ്കൾ അന്നൊക്കെ പരിഹസിക്കല്ലോ ഇന്ത്യയിൽ 2014 തെരഞ്ഞെടുപ്പ് വരുമ്പോ. ശരി, ഓക്കെ. എന്തായാലും അടുത്ത പ്രാവശ്യം അത് ചിലപ്പോൾ PC ജോർജായിട്ട് അറിയാൻ പറ്റില്ല. അദ്ദേഹം വീണ്ടും പാർട്ടി മാറി UDF-ലേക്കോ LDF-ലേക്കോ ഒക്കെ പോയി ചിലപ്പോൾ മന്ത്രിയൊക്കെ ആവാം. അതിന് സാധ്യത. അതൊക്കെ താങ്കളുടെ ഇംഗിതത്തിനനുസരിച്ച് താങ്കൾക്ക് പറയാം. താങ്കളുടെ ചാനലിലോ താങ്കൾക്ക് പല ഇംഗിതവും ഉണ്ടാവും. പക്ഷെ PC ജോർജ് കേസ് നേരിട്ട് പക്ഷെ മറ്റു പലർക്കെതിരായിട്ട് അമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം ഇവിടെ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ബാലകൃഷ്ണന്റെ പ്രതീക്ഷ എന്തായാലും കൊള്ളാം. PC ജോർജിന്റെ കാര്യത്തിൽ. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ്? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാതിന്റെ കാര്യമൊന്നുമില്ല. അദ്ദേഹം പണ്ടേ പല കാര്യങ്ങളും പറയുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഈ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലൊന്നുമല്ല. PC ജോർജ് പറയുന്ന പല തമാശകളെയും ആളുകളൊക്കെ വിട്ടത് അദ്ദേഹം നിഷ്കളങ്കനായി പറയുന്നു എന്നൊക്കെ ഒരു പ്രതിച്ഛായായിരുന്നു പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. വേറെ ഇന്ത്യയില് മതേതര രാഷ്ട്ര പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന, പിന്നെ അയാൾക്കുള്ള തരാറ് എന്ന് പറഞ്ഞാൽ ഈ PC ജോർജിന്റെ റെസ്പെക്ട് മേലെ ഡിസിപ്ലിൻ ചിലപ്പം കൈവിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പിൽ ഒരാൾ ഈ ജയിക്കാൻ വേണ്ടിയിട്ട് താങ്കളെ കുറഞ്ഞിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഒരു വ്യക്തിക്കൊരു പ്രാധാന്യമുണ്ട്. സാറ് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഒരു വ്യക്തിക്കൊരു പ്രാധാന്യമുണ്ട്. അത് കുളിച്ചു കഴിഞ്ഞാല് അത് പോക്കിയാലും അതുമല്ല, ജനങ്ങളെന്താ വിദ്യകളാ? ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചില്ല ഇപ്പൊ അയാളെ. അപ്പം മറ്റേ ചങ്ങ, അതായത് ഇതിങ്ങനെ തന്നെയാ ചെറിയാൾ ഇങ്ങനെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരിക്കൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കൽ വലിയ പ്രയാസമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? PC ജോർജിനെ പോലൊരു നേതാവ്, വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ആവർത്തിച്ച് ഇപ്പോൾ വർഗീയ വിഷം ചീറ്റുന്നത്. നമസ്കാരം. നമസ്കാരം. PC ജോർജിനെ കുറിച്ച് ഇന്ന് എടുത്ത വിഷയം തന്നെ നല്ലതാണ്. ആവർത്തിച്ച് അദ്ദേഹം കോടതികളെയും കേരളത്തിലെ പൊതുജനത്തെയും പൂഞ്ഞാറിലെ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂഞ്ഞാറുകാർ 2 പ്രാവശ്യം 1970 മുതൽ അവിടെ MLA ആയി മത്സരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന PC ജോർജ് BJP-യിൽ പോയപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷെ നമ്മളുടെ നാട്ടിലെ ജുഡീഷ്യറി ഉണ്ടല്ലോ, കോടതി കൃത്യമായി കണ്ടെത്തുകയും
അദ്ദേഹം എവിടാണോ വർഗീയപരമായിട്ടുള്ള പ്രഭാഷണമോ പ്രസംഗമോ നടത്തിയെന്ന് പറഞ്ഞാൽ അതിനെതിരെ കേസെടുത്തു. ഇത്രയും ദിവസം ഈ 24-ാം തീയതി വരെ കോടതി ഡേറ്റ് കൊടുത്തു. അവിടെ കീഴടങ്ങി അതിന് ഇതായിട്ടുള്ള കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ. പക്ഷെ അദ്ദേഹം ഞാൻ അയാളൊന്നും പറയുന്നില്ല, അദ്ദേഹം അത് കോടതിയെ പോലും ധിക്കരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഇപ്പം പ്രിയപ്പെട്ട കിരൺ പറഞ്ഞതുപോലെ പണ്ടൊക്കെ PC ജോർജ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്, രീതിയാണ്, മനസ്സിലൊന്നും വെച്ചിട്ടല്ലെന്ന്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വിഷം ചീന്തുന്ന വലിയ പാമ്പാണ് വിഷം. അതിനേക്കാളും മോശമായ രീതിയിലാണ് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഈ PC ജോർജ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും ഇങ്ങനെ കുറിക്കൊള്ളുന്ന വർത്തമാനങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അന്നും ചില വർത്തമാനങ്ങളൊക്കെ കൈവിട്ട് പോകാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയൊക്കെ അങ്ങനെ ആയിരുന്നു, അതൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ആവർത്തിച്ച് അദ്ദേഹം അത് ചെയ്യുകയാണ്. 33 വർഷമൊക്കെ MLA ആയിരുന്ന ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. എന്ത് പറ്റി അദ്ദേഹത്തിന്? നമസ്കാരം. അതെ, ഒരു സമയത്ത് എല്ലാവരും പുള്ളിയുടെ സംസാരമൊക്കെ ആസ്വദിച്ച് കൈയടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാലും അതെല്ലാവരും സ്വീകരിച്ചു കളയും, എല്ലാവരും ആസ്വദിച്ചു കളയും എന്നുള്ള വിശ്വാസം പുള്ളിക്കുണ്ടായി. പുള്ളി എല്ലാം കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോട്ട് പോയപ്പോൾ അതിനുള്ള സുരക്ഷിതത്വം കിട്ടുമെന്നുള്ളത് മിഥ്യാധാരണ പുള്ളിക്കുണ്ടായി. ആ മിഥ്യാധാരണയാണ് പുള്ളിയെ കുഴി ചാടിച്ചത്. അത് ഒന്നാമത്തെ കാര്യം, ഈ വേലിയാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്ന് പണ്ടുള്ളവർ പറയും. അത് പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. പുള്ളിയെ വൻഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു മണ്ഡലമായിരുന്നു പുള്ളിയുടെ മണ്ഡലം. അവിടെ ദയനീയമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിട്ടപ്പോഴെങ്കിലും പുള്ളി ഒന്ന് സ്വയം ചിന്തയ്ക്ക് വിധേയനാകേണ്ടതായിരുന്നെങ്കിൽ പുള്ളിക്ക് അബദ്ധം പറ്റുകയായിരുന്നാണ് എന്റെ വിശ്വാസം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് PC ജോർജിനെ പോലെ 33 വർഷം MLA ഒക്കെ ആയിരുന്ന കേരളത്തിലെ ഒരു തലമുതിർന്ന നേതാവിന്റെ ഈ ആവർത്തിച്ചുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങളെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? നമസ്തേ സാറേ. നമസ്തേ, പറഞ്ഞോളൂ. നമസ്തേ. അല്ല, അദ്ദേഹം ഇതിന് ക്ഷമയൊക്കെ പറഞ്ഞല്ലേ സാറേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നില്ലല്ലോ. അവസാനം കോടതിയിൽ കൊണ്ടുവന്ന് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കൽ വന്നു, ജാമ്യത്തിലിറങ്ങി വീണ്ടും അത് തന്നെ പറഞ്ഞു, അതിനുശേഷം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വീണ്ടും പറഞ്ഞു. അത് ഇത്രയും വലിയൊരു വിഷയത്തിലോട്ട് പുള്ളിയെ 14 ദിവസത്തേക്ക് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളെന്നേ. പക്ഷെ അദ്ദേഹത്തെ പോലെ ആൾ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അദ്ദേഹത്തെ പോലെ ആൾ ഇങ്ങനെ ഒരു മതത്തെയും മറ്റ് ആളുകളെയും ഒക്കെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയാണോ? എന്ത് തന്നെയായാലും പക്ഷെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ സാറ് ഒരു കാര്യത്തിനകത്ത് വളരെ ലഘൂകരിച്ച് സംസാരിച്ച എന്താണ് 921 ഊരിയ വാള് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അതിനകത്തൊന്നും കേസ് എടുത്തിട്ടില്ലായിരുന്നു. കേസ് എടുക്കേണ്ടതായ വിഷയങ്ങൾ വരുന്ന സമയത്തെല്ലാം കേരളത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ അവലും മരലും ഒക്കെ കേസ് എടുത്ത വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ MM മണിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ MM മണിക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. MM മണിക്ക് കിട്ടുന്ന ആനുകൂല്യമൊക്കെ ഒരു പരിധിവരെ PC ജോർജിന് കിട്ടിയിരുന്നു. അവരാരും MM മണി ഒന്നും ഇതുവരെയും വർഗീയ വിദ്വേഷ പരാമർശമൊന്നും നടത്തിയിട്ടില്ല. അപ്പം എന്നാൽ മറ്റ് മോശമായ പരാമർശം നടത്തിയിട്ടുണ്ട് താനും. PC ജോർജിനെ ഒരു പരിധിവരെ ആളുകൾ അംഗീകരിച്ചിരുന്നത് മറ്റ് മോശം പരാമർശം ഉണ്ടായാലും ഇങ്ങനെ ഒരു വർഗീയ വിദ്വേഷമൊന്നും അദ്ദേഹം പറയില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നേരത്തെ ഇങ്ങനെ ഉണ്ടാകാറില്ലായിരുന്നു. അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് ജനപ്രിയനായ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു. 33 വർഷം MLA ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കളിയല്ലല്ലോ. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ താവളത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഈ ആവർത്തിച്ച് ഇത്തരം വർത്തമാനങ്ങൾ. അല്ല, അത് സാർ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്. അതങ്ങനെയാണ്. അതിനു മുമ്പ് PC ജോർജ് അങ്ങനെ അർത്ഥത്തിലൊന്നും സാർ ഉദ്ദേശിക്കുന്ന കണക്ക് ഒരു വർഗീയതയും ഒരു വിദ്വേഷവും വർഗീയ പ്രശ്നങ്ങളും ഒന്നും. പക്ഷെ അദ്ദേഹം ആ പക്ഷത്തേക്ക് ചാഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി ആവർത്തിച്ചുണ്ടാവുന്നത്. നമ്മളെന്തായാലും ഇനി തർക്കിക്കണ്ട. കണക്കിലെടുത്ത് കോടതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കാമായിരുന്നു. ശരി, അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് ഈ PC ജോർജിന്റെ ഇത്തരം പരാമർശങ്ങളെ ആവർത്തിച്ചുള്ള തെറ്റിനെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. സാറിനെ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഒന്ന് വിളിച്ചിട്ടൊന്ന് ഇന്നലെ വിളിച്ചു കിട്ടിയില്ലേ? കിട്ടിയില്ലേ സാറേ? ശരി, അത് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. സാറേ ഞാൻ പറയാം. PC ജോർജ് ഇപ്പോ നേരത്തെയൊക്കെ നല്ലൊരു നേതാവായിരുന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. BJPയിലേക്ക് എന്ന് പോയി അന്ന് തുടങ്ങി PC ജോർജിന്റെ കഷ്ടകാലം. BJPക്കാർ കൂടെ ഉണ്ടെന്ന് ഓർത്താണ് PC ജോർജ് കളിക്കുന്നത്. ഇപ്പൊ BJPക്കാരും വിട്ടു, എല്ലാരും വിട്ടു. PC ജോർജിന്റെ കാര്യം കട്ടപ്പോക.
ഇപ്പൊ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും കുറെ ആള്. ശരി, ഇതൊക്കെ സംഭവിക്കാൻ പോണത്. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് മലപ്പുറത്ത് വന്നത്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് PC ജോർജിനെ പോലെ 33 വർഷമൊക്കെ MLA ആയിട്ടിരുന്നിട്ടുള്ള കേരളത്തിലെ പരിണിതപ്രജ്ഞനായ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലൊക്കെ ആവർത്തിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. PC ജോർജ് പറഞ്ഞത് ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും ശരിയല്ല. പക്ഷെ ഇവിടെ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും തുല്യമായിട്ട് നടപ്പാക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതങ്ങനെ തന്നെ വേണം. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ കാര്യങ്ങള് ഓരോ പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പരാമർശങ്ങൾ വർഗീയമായിട്ടോ ഇതിനു മുമ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പോഴൊക്കെ കേസുകൾ വന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട അപ്രധാനമായ ആളുകൾ വന്നാൽ അതങ്ങനെ ആരാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞിട്ട് കേസ് വരാതിരുന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആരാണ്? വല്ല ഉദാഹരണം ഓർമ്മയിലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഒന്ന് നമ്മുടെ മണിയാശാൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അത് ശ്രീ രാജൻ 1, 2, 3 പറഞ്ഞ വിഷയത്തിലൊക്കെ കേസും അന്വേഷണവും ഒക്കെ ആയതാണ്. അത് നമ്മൾ വർഗീയ പരാമർശം നടത്തിയിട്ട് ശ്രീ MM മണിയൊന്നും കേരളത്തിൽ ഇതുവരെ ഒരു വർഗീയ പരാമർശം ഒരിക്കലും നടത്തിയിട്ടില്ല. സാറേ, അത് വർഗീയല്ല. പക്ഷെ എന്താ വെച്ചാൽ കൊല്ലാനുള്ള ഒരു പ്രേരണയല്ലേ. അതൊരു കേസ് വന്നല്ലോ. അത് കേസ് വന്നു, അന്വേഷണമൊക്കെ നടത്തിയല്ലേ. അന്നൊന്നും അതിനേക്കാളൊക്കെ അതേമാതിരി പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്റെ വീഡിയോ ക്ലിപ്പുണ്ട്. ഇല്ല ശ്രീ രാജൻ, താങ്കൾ തന്നെ പരിശോധിച്ചോളൂ. അങ്ങനെ കേരളത്തിലെ ഇടതു മുന്നണിയിലായാലും വലതു മുന്നണിയിലായാലും LDF-ലെ UDF-ലെയും നേതാക്കളൊന്നും അങ്ങനെ അത്യപൂർവമായി ചിലരല്ലാതെ അങ്ങനെ വർഗീയത പറയുന്നവരാരുമില്ല. പിന്നീടൊന്ന് സാറേ, ഒന്ന് പോപ്പുലർ ഫണ്ടിന്റെ ഒരു പരിപാടിയിൽ ഒരു ചെറിയ കുഞ്ഞിനെ അത് കേസായതല്ലേ ശ്രീ രാജൻ? ആ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ജയിച്ചതിനെതിരെ കേരളം പ്രതികരിച്ചതല്ലേ? ആ ചെറിയ കുഞ്ഞ് പ്രതികരിച്ചത് പോലെയാണോ PC ജോർജിനെ പോലെ? അതിന്റെ എത്രയോ മടങ്ങ് ഗൗരവമുള്ള വിഷയമാണിത്. അല്ല, ശിക്ഷിച്ചോ? ആ കുഞ്ഞിനെ ശിക്ഷിച്ചോന്നോ? അല്ല, ആ കേസ് നടക്കുകയല്ലേ? ആ കേസ് ഇപ്പോഴും നടക്കുകയല്ലേ? കുഞ്ഞിന്റെ പിതാവിനെ പിതാവിനൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തില്ലേ? നിയമം അതിനെതിരെ എന്തെങ്കിലും ചെയ്തു ശ്രീ രാജൻ. ഇപ്പോഴും അത് കേസായി തന്നെ നിൽക്കുകയാണ്. ആ കുഞ്ഞിന്റെ പിതാവ് ചെയ്തതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു MLA അല്ലേ? എത്രയോ കാലം ജനപ്രതിയായിരുന്നൊരു വലിയ നേതാവാണ്. അതെ, പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സാറിന്റെ വാട്സപ്പ് നമ്പർ ശരി, ഓക്കെ. എന്തായാലും താങ്കൾ തന്നെ പരിശോധിച്ചോളൂ. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ LDF-ലെയും UDF-ലെയും പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ അങ്ങനെ വർഗീയ പരാമർശങ്ങൾ, ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ അങ്ങനെ അത്യപൂർവമായി ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ പറയുന്ന നേതാക്കളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത്തരം ഗൗരവവും അല്ലെങ്കിൽ അത്തരം ചിന്തയും ഉയർന്ന ചിന്തയും ഒക്കെ ഉള്ളവർ തന്നെയാണ് മഹാഭൂരിപക്ഷം നേതാക്കളും. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അല്ല, നമുക്ക് നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. നമുക്ക് PC ജോർജ് സാറിനെ നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ TV-യിൽ കൂടെയൊക്കെ ഞാൻ വെച്ചറായിട്ട് ഞാൻ കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയായാലും ഏത് രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ നിന്നാലും ശരി തന്നെ ഇത്തരം ഭാഷകളൊന്നും ശരിയല്ല. അദ്ദേഹത്തിനേക്കാളും നേരത്തെ താങ്കൾ പറഞ്ഞിട്ട് പിന്നെ മറ്റ് ആൾക്കാർ ഇതേപോലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ട് കേസ് എടുത്തിട്ടില്ലാത്ത ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. അതൊക്കെ താങ്കൾ മറന്നുപോയതായിരിക്കും. താങ്കളുടെ ഒരു ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അതായത് പ്രവാചകന്റെ മുടിയും നഖവുമൊക്കെ ബോഡി വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്തോ അതിനെന്തിനാ പ്രവാചകന്റെ? അത് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് പറഞ്ഞത്. അത് ആരുടേതായാലും അതിനേക്കാൾ വലുതല്ലേ ഇത്? ആരുടേതായാലും ബോഡി വേസ്റ്റ് ആണെന്ന് പറയുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഇതിനെ ന്യായീകരിക്കല്ല. അത് വലിയ നേതാവാണ് പറഞ്ഞത്. അതുകൊണ്ട് അതെങ്ങനെയാണ് ഒരാൾ പറഞ്ഞ ഒരു അതേതെങ്കിലും തരത്തിൽ ഒരു ആരെങ്കിലും അവമാനിക്കലാണ്? ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞു അദ്ദേഹം. അത് പറഞ്ഞത് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അത് കേസെടുക്കേണ്ട വിഷയമല്ലല്ലോ. അത് ഒരു അനാചാരത്തിനെതിരെയുള്ള ഉള്ളിയുടെ തുറന്നു പറച്ചിലല്ലേ? അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? അതുപോലെ തന്നെ പരസ്യമായിട്ട് മൈക്ക് കെട്ടി വെച്ചല്ലേ പിന്നെ റിയാസിന്റെ കല്യാണം അല്ലാതെ മറ്റേ ഇതാണെന്ന് പറഞ്ഞത്. എന്ത് കല്യാണമല്ലെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടില്ലേ? അതൊന്നും ഇതൊന്നും ഒരു പിന്നെ പണ്ഡിതനല്ലേ പറഞ്ഞത്? ഇതൊരു കല്യാണമല്ല, ഇത് മറ്റതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളെ സംസ്കാരം അത് ശരിയല്ലല്ലോ.
വേറെ സംഭവം ശരി, ഓക്കെ. പറഞ്ഞിട്ട് എന്തായാലും നടത്തിയിട്ടില്ല. താങ്കളുടെ പക്ഷേ ഉദ്ദേശം ഞാൻ എന്താണെന്ന് പി.സി. എനിക്ക് ജോർജിനെ- തൽക്കാലം മനസ്സിലായില്ല. എന്തായാലും ശ്രീമതി ജയ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ആവർത്തിച്ച് പി.സി. ജോർജിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. 35 വർഷം MLA ആയി വളരെ ഡീസന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ പുള്ളിയുടെ വായിന്ന് വന്ന വാക്കുകൾ ഈ ചാനലിനകത്ത് ചർച്ച ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടു. വളരെ മോശമായ രീതിയിലായിരുന്നു അദ്ദേഹം അന്ന് അത് പ്രതികരിച്ചത്. അത് വളരെ മോശമായി പോയി. പ്രായവും അസുഖവും ഒന്നും ഇങ്ങനെ പറയുമ്പോ ഇല്ലായിരുന്നോ? ഇപ്പം ചില ആൾക്കാർ വന്ന് ന്യായം പറയുന്നു, പുള്ളിയുടെ പ്രായം മാനിക്കണം, പുള്ളിയുടെ അസുഖം മാനിക്കണം. അതൊന്നും വേണ്ട. തെറ്റ് ചെയ്യുന്ന ആരായാലും തെറ്റ് തന്നെയാണ്. പുള്ളിക്ക് 14 ദിവസം ജയിലിലാണെങ്കിൽ പുള്ളി പോയി കിടന്ന് നന്നാവട്ടെ. എനിക്ക് തോന്നുന്നില്ല പുള്ളി നന്നാവുമെന്ന്. ഇനി ഇത് തന്നെയാണ്. ഈ ഒരു 2 വർഷം 3 വർഷത്തെ ആയപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനത്തെ സുഖക്കേടുണ്ടായത്. അതിനു മുന്നേ ഇയാൾ ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു കിരണേ. അതുതന്നെയാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും പി.സി. ജോർജിന്റെ വർത്തമാനമൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോഴും ചില വിഷയത്തിലൊക്കെ അതിരുവിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അറിയാതെ പറ്റുന്ന അദ്ദേഹത്തിന്റെ രീതി കൊണ്ട് പറ്റുന്ന ചില അബദ്ധങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അദ്ദേഹം ചെയ്യുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് പി.സി. ജോർജിന്റെ ആവർത്തിച്ചുള്ള ഇത്തരം വിദ്വേഷ ഭാഷണങ്ങളെ കാണുന്നത്? തീർത്തും തോന്നിവാസം. ഇയാള് കുറച്ചു കാലങ്ങളായിട്ട് ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു അപമാനമാണ്. കാര്യം ഈ നാട്ടില് കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും കുഴപ്പമില്ല. ഇവരൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോയി നിൽക്കും. കാര്യം ഇഷ്ടംപോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധാരണ എന്നെപ്പോലെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇവിടെ ബുദ്ധിമുട്ടുക. കത്തിയും എടുക്കുമ്പോൾ വർഗീയമായിട്ട് ഒരു ചിന്തയും മാറില്ല. ഈ പി.സി. ജോർജ് കുറച്ച് കാലങ്ങളായിട്ട് ഇയാൾ ആരെയൊക്കെ തണ്ടൊക്കെ വിളിച്ചത്. ഇയാൾ നോക്കുമ്പോൾ ഇയാൾ വെയിലിന് നടക്കുമ്പോൾ നല്ല വലുപ്പം കാണുമ്പോൾ ഇയാൾ ഒരു പൊട്ട തോക്കുമുണ്ട്. അതുകൊണ്ട് ഇയാൾ മുഴുവൻ ആൾക്കാർ ഇയാളെ പേടിയാണെന്നാണ്. അപ്പൊ BJP-യിലെ സംസ്ഥാന നേതൃത്വം ഇയാൾ തല്ലി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ആരും പിന്തുണയില്ല. ഇയാൾ ജയിലിൽ കിടക്കണം. ഞാൻ പറഞ്ഞ് ഒരു റിമാൻഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടെ പിന്നെ റിമാൻഡ് ചെയ്യണം. എന്നാൽ ഇയാൾ പഠിക്കും. ഒരു അസുഖം ഇയാൾക്കില്ല. അസുഖം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്കിത് ആദ്യമേ ഞാൻ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. നിങ്ങൾ ഈ ഫേസ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് കാണിച്ചായിരുന്നു, ഓർക്കുണ്ടോ? കേട്ടില്ല. ഫേസ് ആർട്ട് എന്ന് പറഞ്ഞ് ഒരു ആർദ്ര പരിപാടി. ആർദ്രക്ക് എന്റെ ഒരു അഭിനന്ദനം അറിയിക്കാം ആദ്യം. രണ്ടാമത് ഞാൻ പറയണത്, സാറേ തെറ്റുകൾ എല്ലാവർക്കും പറ്റും ഇല്ലേ? ഇപ്പൊ നമ്മുടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എല്ലാവരും കൂടി അങ്ങേരെ തെറ്റുകാരനാക്കി അങ്ങേരെ തിരിച്ചു വരട്ടെ തന്നെ. ആ മനുഷ്യൻ തിരിച്ചു വരണം. നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹമാണല്ലോ. അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുകൾ സ്വാഭാവികമായിട്ട്. ഒരു തെറ്റുപറ്റി, 2 തെറ്റുപറ്റി, 3 തെറ്റുപറ്റി, 4 തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ചാനലിലെ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ മോശപ്പെട്ട രീതിയിലേക്ക് വർത്തമാനം പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ജനുവരി 5-ാം തീയതി നടന്ന സംഭവമാണല്ലോ സാറേ, ശരിയല്ലേ? ജനുവരി 5-ാം തീയതി കൃത്യ ഡേറ്റ് ഏതാണെന്ന് ഞാൻ ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം സാറേ, ഇതെന്തായാലും തെറ്റാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ വേറൊരു കാര്യം ചോദിട്ടെ. ഈ 2-3 പേര് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം തെറ്റ് വരിക. അവര് പരാതി കൊടുക്കേണ്ടതല്ലേ സാറേ? അവര് സാറിനോട് പറയല്ലോ, അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി പോയിട്ടില്ലല്ലോ. താങ്കൾ പറഞ്ഞത് കൃത്യമാണത്. അല്ല, അവർ പരാതി പോയാലും ഇല്ലെങ്കിലും അവർ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു വാസ്തവം അങ്ങനെയില്ല. കേരളത്തിലെ നേതാക്കന്മാരെല്ലാം പാർട്ടി ഏതായിക്കോട്ടെ, ആ നേതാക്കന്മാരൊക്കെ പക്വത കാണിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യ സമൂഹമാണല്ലേ സാറേ? ജനാധിപത്യത്തിനകത്ത് ഇങ്ങനെ തെറ്റിൽ സ്വാഭാവികമല്ലേ? അനുതാപത്തിൽ തിരിച്ചു വരണം പി.സി. ജോർജ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കേ. നാളെ തിരിച്ചു വരും കേട്ടോ. ശരി, ഓക്കെ. ശ്രീ ഹർഷനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഹർഷൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ഞാൻ കോഴിക്കോട് നിന്നാണ്. ശരി, കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. ഓക്കെ. നാണമില്ലാത്തവന്റെ ആശ്രമിച്ച് ആൾക്ക് നിർത്താല് അവരുടെ തന്നിൽ കാണുന്നൊരു ഭയന്നുള്ള മാതിരിയാണ് പി.സി. ജോർജിന്റെ പ്രസ്താവനകൾ. ഇപ്പൊ മതസൗഹാർദ്ദത്തിന് ഏറ്റവും നല്ലൊരു മാതൃകയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെ ഒരു സുഹൃത്ത് ഇപ്പൊ പറഞ്ഞിട്ട്, രാജ്യത്തിന്റെ സുഹൃത്ത് പറഞ്ഞിട്ട് വലിയ സംഭവം പോലെയാണ് അവിടെ നടക്കുന്നത്. ഈ പി.സി. ജോർജിലുള്ള വിഷങ്ങളെ വളർത്തുന്നതും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളാണ് കേരളത്തിലെ. അത് ഒരു കാലത്തും നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് ഒരിക്കലും നല്ലതാണ് എന്റെ അഭിപ്രായം.
ശരി, തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ സുദർശനൻ കലക്കി ബാലകൃഷ്ണൻ എന്ന് പറയുന്നു, അദ്ദേഹത്തിന് ബാലകൃഷ്ണ അഭിപ്രായത്തോട് വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു. സിറാജ് PY PC ജോർജിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സിറാജ് PY, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ ആളുകൾ വായിക്കുന്ന ഒരു സ്ഥലത്ത് എഴുതുമ്പോൾ കുറെ കൂടി മാന്യത പാലിക്കണം. അത് നമ്മുടെ ഒരു അന്തസ്സിൻ്റെ കൂടി വിഷയമാണ്. ഇതുവഴി താങ്കളുടെ നിലവാരം കൂടിയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് എന്നുകൂടി ശ്രീ സിറാജ് PY ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ ശ്രീ X പറയുന്നു, കേരളത്തിൽ സുഡാപ്പി ഭരണം എന്നൊക്കെ പറയുന്നത്, സ്വന്തം പേര് പോലും സ്വന്തമായി എഴുതാൻ ശേഷിയില്ലാത്ത ഒരാളുടെയൊക്കെ ഇങ്ങനെ വന്ന് അഭിപ്രായം പറയാന്ന് വെച്ചാൽ മൂത്രപ്പുരയിലെ സാഹിത്യം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ശ്രീ Xനോട് പറയാനില്ല. അങ്ങനെയൊക്കെയാണ് ഈ ദുർബലരായ മനുഷ്യരൊക്കെ ചെയ്യുന്നത്. മൂത്രപ്പുരയിൽ മറ്റാരും കാണില്ലെങ്കിൽ അവിടെ കയറി എന്തും എഴുതുന്ന ഒരു ശീലമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ പാവം PC ജോർജ് പ്രായക്കൂടുതലിൻ്റെ ചാബല്യങ്ങളാണ് നാക്കിൻ്റെ കൂടെ അറിയാതെ പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നു മൈക്കിൾ തോമസ് പറയുന്നു. ജയകുമാർ പറയുന്നു, PC ജോർജ് പറയുന്നത് പോലെയൊക്കെ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനും പറയുന്നത്. അങ്ങനെ ശ്രീ ജയകുമാർ PC ജോർജ് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മതവിദ്വേഷ വർത്തമാനം ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായതായി കേരള സമൂഹം കേട്ടിട്ടില്ല. ഞങ്ങളാരും ഇതുവരെ അങ്ങനെ ഒരു, എന്തായാലും പിണറായി വിജയനെ പോലൊരു നേതാവ് പറഞ്ഞാൽ അത് എങ്ങനെയായാലും പുറത്തു വരും. അങ്ങനെ എവിടെയും പറഞ്ഞിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. ശ്രീ ജയകുമാർ മാത്രം എവിടുന്ന് എങ്ങനെ എന്ന് എനിക്കറിയില്ല. ശ്രീ സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു, ഇയാൾ ഫോണിൽ സംസാരിച്ചത് പിണറായി വിജയൻ BJPയോട് അടുക്കുന്ന പോലെ PC ജോർജ് പെട്ടെന്ന് BJPയോട് എടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതാണെന്ന് മൈക്കിൾ തോമസ് പറയുന്നു. അങ്ങനെ പരസ്പരമുള്ള ചർച്ചകൾ PC ജോർജിനെ അകത്താക്കിയത് നല്ല കാര്യം, പക്ഷേ ഇതുപോലെ മറ്റു മതസ്ഥർ പറയുമ്പോഴും അവരെ അകത്താക്കണം, അല്ലാതെ അപ്പോൾ വെറുതെ വളവളം എന്ന് പറയരുത്. ഇതാര് പറഞ്ഞാലും ശ്രീ പ്രദീപ് കുമാർ, അവരെയൊക്കെ ഈ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ മറ്റ് മതത്തിലെ ചിലരെ കൂടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള മട്ടിലാണല്ലോ കേരളത്തിലെ കാര്യം. അത് മറ്റവരെയും കൂടി അങ്ങ് അറസ്റ്റ് ചെയ്താലേ ശരിയാവും. കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതവിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെയൊക്കെ അല്ല, ഈ സാധാരണക്കാരായ മനുഷ്യരെവിടെയെങ്കിലും പറഞ്ഞാൽ അറിയില്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ് പറയുന്നതെങ്കിൽ അവർക്കെതിരെയൊക്കെ കേരളത്തിൽ കേസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതേതരം അഭിനയിച്ച് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തു? PC പറഞ്ഞത് വളരെ സത്യമെന്ന് ജയ് ജവാൻ പറയുന്നു. ജയ് ജവാന്റെ അവസ്ഥ ഇതാണ്, സ്വന്തമായി പേര് പോലും എഴുതാൻ ശേഷിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കുറേ പേരുടെ പ്രതികരണം. രഘുനന്ദനൻ തിരുവല്ലാവരം പറയുന്നു, തെറ്റുകൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വിളിക്കുന്നവർ എന്ത് പറയണമെന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ നന്നായിരിക്കും. മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്, അതെങ്ങനെ കേസെടുക്കുമെന്നാണ് താങ്കൾ. മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞത്, അതെങ്ങനെ കേസെടുക്കുമെന്നല്ല ശ്രീ ജയകുമാർ ചോദിച്ചത്. പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ല അദ്ദേഹം പറഞ്ഞത്, അതിന് മുമ്പാണ് പറഞ്ഞത്. അങ്ങനത്തെ ആ വിഷയത്തിൽ യാതൊരുവിധ മതവിദ്വേഷ വിഷയവുമില്ല. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ സമൂഹത്തിൻ്റെ അനാചാരങ്ങൾക്കെതിരെയുള്ള കൃത്യമായ നിലപാട് തന്നെയായിരുന്നു. അങ്ങനെ ആർജവത്തോടുകൂടി ഏത് നേതാക്കളായാലും പറയണം. അങ്ങനത്തെ നേതാക്കൾ ഒരുപാടുണ്ടായിരുന്നു. പുതിയ കാലത്ത് അങ്ങനെ നേതാക്കൾ അങ്ങനെ പറയുന്നതിൽ നിന്നും മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് വിമർശനമുള്ളത്. ഈ വല്ലാതെ അങ്ങ് വളച്ചൊടിക്കാൻ നിൽക്കരുത് ജയകുമാറെ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ. ശ്രീ അനിയൻകുട്ടൻ, കുറച്ച് ദിവസമായാലും കണ്ടിട്ട്. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. 2-3 ആഴ്ചയായി വിളിച്ചിട്ട്. ഈ PC ജോർജ് ഈ സ്ഥിരമായി ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല നേതാവൊക്കെ ആയിരുന്നു പണ്ട്. സാറേ, പറഞ്ഞോളൂ. നല്ലൊരു നേതാവായിരുന്നേ 2010, 11, 13 വരെ. പക്ഷെ ലാസ്റ്റ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഗവൺമെന്റ് ചീഫ് വിപ്പായിട്ട് കിടന്നുകൊണ്ട് അയാള് കാണിച്ച് ആ വൃത്തികെട്ട പരിപാടി നോക്കി. അയാൾക്ക് ഇതല്ല കിട്ടേണ്ടത്, അയാൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. അയാളുടെ ആ ഉമ്മൻചാണ്ടിയെയും ആ സർക്കാരിനെയും അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഇതുപോലെ ആ സർക്കാരിനെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണത്. പിന്നെ കേരള കോൺഗ്രസ് എം നിന്നുകൊണ്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കി, ആ സർക്കാരിനെ ഇല്ലാതാക്കിയ കേരള ഗവൺമെന്റ് ചീഫ് വിപ്പായി. ഇനി ഇതുപോലുള്ള ഇപ്പൊ അയാൾ BJP ചെന്നപ്പോ ഇനി അയാള് നരേന്ദ്രമോദി മത്സരിച്ച വാരണാസി ചെന്ന് മത്സരിച്ച പോലെ അയാൾ ജയിക്കുകയില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടവനാണ് അയാൾ. 14 ദിവസത്തെ കല അയാൾക്ക് കൊടുക്കേണ്ടത്. ഓ, മനസ്സിലായി. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. PC ജോർജിനെ സംബന്ധിച്ച് അയാൾ കുറെ പ്രാവശ്യമായി ഇങ്ങനെ ചാനൽ ചർച്ചയിലൂടെ അശ്ലീലവും മതവിദ്വേഷവും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തൂർന്നവനെ ചുമന്നാല് ചുമക്കുന്നവൻ നാറും, അത്രയേ ഉള്ളൂ. അതെ, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, പലരും ഓർത്തിരിക്കേണ്ടത് കൂടിയാണിത്. ശ്രീമതി റെജീനയാണ് പാലക്കാട്. ശ്രീമതി റെജീന, താങ്കൾ എങ്ങനെയാണ് ഈ ആവർത്തിച്ചുള്ള ഈ PC ജോർജിനെ പോലെ ഒരു തലമുതിർന്ന നേതാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ പറയാൻ പോണത്, 30 വർഷം MLA ആയ ഒരു മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് ഞാൻ മാന്യത പഠിപ്പിക്കേണ്ടത്? അത് പഠിപ്പിക്കാൻ കോടതിക്ക് ആവുന്നില്ല സാർ.
ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞ് അയാളെ കസ്റ്റഡിയിലുള്ളൂ. അതുകൊണ്ട് എന്ത് ചോദ്യം ചെയ്യാനാണ് വെറുതെ വേഷം കെട്ടെടുക്കാന്? അയാൾ എന്തൊക്കെ പറഞ്ഞാലും കോടതി ജാമ്യം അനുവദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത് സാർ. 14 ദിവസം റിമാൻഡ് ചെയ്തു. അല്ല, അതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയോ, നീതിന്യായ വ്യവസ്ഥ നമുക്കുള്ള മതിപ്പാണ് ഇല്ലാതാവുന്നത്. ഇന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഡൽഹിയിൽ അതാ നിരാഹാര സമരം നടക്കുന്നു, ആശാ വർക്കർമാർ അതാ സമരം നടത്തുന്നു. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാൻ വേണ്ടി ഒരു വെയിലത്ത് ജാഥ നടക്കുന്നു. അത് പോരാഞ്ഞിട്ട് ശശി തരൂര് പ്രശ്നത്തിൽ കോൺഗ്രസ് വട്ടം തിരിഞ്ഞ് നടക്കുന്നു. ഇതെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോഴും ഇപ്പോ നമ്മൾ രാവിലെ എണീറ്റ് TV തുറന്നു കഴിഞ്ഞപ്പോ 24ന്റെ ഒരു ചാനല് അതിൽ വന്നിട്ട് PC ജോർജിന് അകമ്പടി വാഹനം അകമ്പടിയോടുകൂടി ജീപ്പിൽ കൊണ്ടുപോയി. എന്തായാലും വല്ല അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടോ അയാള് അകമ്പടിയായിട്ട് കൊണ്ടുപോകാന്? ഇതൊക്കെ ഈ മാധ്യമങ്ങൾ കുറെ നമ്മളുണ്ടല്ലോ, കുറെ മാധ്യമങ്ങളെ എല്ലാവരും അടച്ചാക്ഷേപിക്കല്ല, സപ്പോർട്ട് ചെയ്യരുത്. ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ എങ്ങനെയാണ് ശ്രീമതി റെജീന, നേരത്തെയൊക്കെ PC ജോർജ് ജനകീയ വിഷയത്തിലൊക്കെ ഇടപെടുന്ന കേരളത്തിൽ വലിയ ജനപ്രീതിയുള്ള നേതാവായിരുന്നു. 33 വർഷം MLA ആയത് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലോ. അന്ന് അദ്ദേഹത്തെ അതിന്റെ കാര്യങ്ങൾ വർത്തമാനങ്ങൾ കേൾപ്പിക്കാൻ ആളുകൾക്ക് കേൾക്കാനും താല്പര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ മോശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അതെ, ചൂണ്ടിക്കാണിച്ചു. അത് സത്യം തന്നെയാണ്, അതില്ല എന്ന് പറയില്ല. പക്ഷെ ഈ അകമ്പടിയോടുകൂടി കൊണ്ടുപോയി എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം. ഇയാൾ എന്താ അവാർഡ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്? അതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെയുള്ള കേസിൽ വരുന്ന ആളെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകുമ്പോൾ അതെന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്നൊക്കെ ആലോചിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ കൊയിലാണ്ടിയിൽ നിന്നുള്ള റഷീദാണ്. ശ്രീ താങ്കൾ അല്പം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ചെറിയ ഇടവേള ശേഷം വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് PC ജോർജിന്റെ ഈ ആവർത്തിച്ചുള്ള വിദ്വേഷ വർത്തമാനത്തെ കാണുന്നത്? PC ജോർജ് ഒരു കാലത്ത് ഇരു മുന്നണികളുടെയും മാനസപുത്രനായ, അത് LDF-ന്റെയും UDF-ന്റെയും. അതെ. പിന്നീട് അദ്ദേഹം മാറുന്നത് ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്ക് പാരിയായിക്കൊണ്ടാണ് പിന്നീട് അയാൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇരുമുന്നണികൾക്കും വേണ്ടാത്ത ഒരുവനായി, അകറ്റപ്പെട്ട ഒരുവനായി അദ്ദേഹം മാറുകയായി. പിന്നീട് അദ്ദേഹം ഒരു രാഷ്ട്രീയ കോമാളിയായി തീരുന്ന ഒരു സാഹചര്യം വന്നു. ആർക്കും വേണ്ടാത്തവനായി വന്നപ്പോഴേ, ഏതെങ്കിലും ഒരു മുന്നണി എടുക്കാതെ വന്നപ്പോഴേ മൂന്നാമത്തെ ഒരു കക്ഷി BJP ആണ്. അപ്പൊ ആ BJP-യിൽ ചേക്കേറിയപ്പോ അവിടെ അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിൽ BJP-ക്കാർ പറയുന്നതിനപ്പുറം പറഞ്ഞാലേ എനിക്കതിന് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിന്റെ അദ്ദേഹം ഇത്രമാത്രം മോശക്കാരനായി വന്നത് എന്നാണ്. ഇത്രമാത്രം ഇങ്ങനെയൊന്നും അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം പറയുകയും ഇല്ലായിരുന്നു. ആ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങൾ കേട്ടാല് ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിക്കും പോലെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ PC ജോർജ്, പഴയ PC ജോർജിനെ കേരളത്തിന് അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും വർഗീയ വിദ്വേഷം പറയുന്ന ഒരു PC ജോർജ് ആയിരുന്നില്ല. അങ്ങനത്തെ ഒരാളെ മാറിപ്പോയതാണ്. ശ്രീ താജുദ്ദീനാണ് കൊല്ലത്ത്. ശ്രീ താജുദ്ദീൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലെ നാട്ടില് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാറികളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നതാണ്. പിന്നെ നിങ്ങൾ ഈ മാധ്യമക്കാർ ഇതുപോലുള്ള ആൾക്കാർക്ക് വലിയ ഹൈപ്പൊന്നും കൊടുക്കരുത്. ഞങ്ങൾ എവിടെയാണ് ഹൈപ്പ് കൊടുത്തത്? അദ്ദേഹം ഹൈപ്പ് കൊടുക്കുന്നതാണ് ഇവരൊക്കെ വീണ്ടും ഉയരത്തിലേക്ക്. ഇതിപ്പോൾ അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? അല്ല, വാർത്ത കൊടുക്കാം, പക്ഷെ ഇതുപോലെ ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതുപോലെ ഹൈപ്പ് കൊടുക്കരുത്. ഇതൊക്കെ സാധാരണ ഒരു ആൾക്കാരെ ചെയ്തുകൊണ്ട് ജനങ്ങൾ അറിയണ്ടേ? ഇവരൊക്കെ ഒരു കാലത്ത് ജനങ്ങൾ ഇവരുടെയൊക്കെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നല്ലേ? അപ്പോൾ ജനങ്ങൾ അറിയണ്ടേ ഇവരിങ്ങനെയൊക്കെ ആയി മാറിയെന്ന്? അന്ന് ഇദ്ദേഹം ഇത്രയും പരമ മാറിയാണെന്ന് ആരും അറിയില്ലായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നത് ശ്രീ ജയശങ്കറാണ് പാലക്കാട് നിന്ന്. ശ്രീ ജയശങ്കറിലേക്ക് കടക്കും മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റ ചുരുക്കാണ് PC തീർക്കുന്നത്, അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈരാറ്റുവേട്ടക്കാരോടുള്ള ദേഷ്യമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വർഗീയത പറയുന്നവർക്ക് ഇതൊരു പാഠമാകണമെന്ന് പറയുന്നു കസീബ് നിലമ്പൂര്. ഷമീർ ഭായ് പറയുന്നു, വർഗീയത പറയുന്നത് ആരായാലും അവർക്കെതിരെ ശക്തമായ നിയമം നടക്കണം, യൂട്യൂബ് ചാനലുകൾ ശക്തമായ നിരീക്ഷണം ഉണ്ടാകണമെങ്കിലേ നാട് നന്നാവും എന്ന് പറയുന്നു. PC ജോർജിനെ ജയിലിലേക്കല്ല വിടേണ്ടത്, ഒരു സൈക്കാട്രി ഡോക്ടറെയാണ് കാണിക്കേണ്ടത് എന്ന് പറയുന്നു. ശ്രീ സിറാജുദ്ദീൻ കപ്പുമ്മലാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വർഗീയത പറയുന്ന ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആശമാരുടെ വിഷയം, അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എന്തായാലും
ബോഡി വേസ്റ്റ് എന്ന് പിണറായി പറഞ്ഞത് ശരിയാണെന്ന് എന്നും അത് മറ്റുള്ള കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ശ്രീ മുഹമ്മദ് മാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് മാൻ ആണോ ഇനി പറയുന്നത് മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം നല്ല രീതിയിലല്ല വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം വാ തുറന്നാൽ മതവിദ്വേഷം വരുമെന്നാണ് ഷാജി കോഴിക്കോട് പറയുന്നത്. സജി മുറിഞ്ഞപുഴ പഴയെന്ന് വർഗീയത കാണിക്കാതെ തുറന്നു പറഞ്ഞാൽ കേസ് എന്ന് പറയുന്നു. കാണിക്കുന്നതും തെറ്റാണ്, തുറന്ന് പറയുന്നതും തെറ്റാണ്. അതിൻ്റെ യാതൊരു സംശയമില്ല. ഒരാളുടെ ഉള്ളിൽ വർഗീയത ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്നു നോക്കി കേസെടുക്കാനുള്ള വകുപ്പൊന്നും എന്തായാലും നിയമത്തിലില്ല. അതുകൊണ്ട് അതൊഴിച്ച് ബാക്കി പുറമേക്ക് കാണിച്ചാൽ അത് കേസിൻ്റെ ഉള്ള വകുപ്പ് തന്നെയാണ്. അദ്ദേഹത്തെ മരണം വരെ ജയിലിലടയ്ക്കൂ എന്ന് പറയുന്നു. PC-ക്ക് തെറ്റുപറ്റിയിട്ടില്ല, പറഞ്ഞത് ശരിയാണ്. ഇനി SDPയും തീവ്രവാദികൾ ജാഥ നടത്തി ഇസ്ലാമിനൊരു നിയമം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഭീഷണിപ്പെടുന്ന PC ജോർജിൻ്റെ പേരിൽ എന്നൊക്കെ പറയുന്നു. വേണു KK ആണ് പറയുന്നത്. സമൂഹത്തിൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നവരാരായാലും ശക്തമായ നടപടി ഉണ്ടാവണം. സംഘപരിവാറിൻ്റെ പണം വാങ്ങിക്കൊണ്ട് യൂട്യൂബ് ചാനലുകൾ വർഗീയത മാത്രം പറയുന്നുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലുകളിൽ എല്ലാ വർഗീയത പറയുന്നത്, അത് സംഘപരിവാറിൻ്റെ മാത്രമല്ല എല്ലാത്തരം വർഗീയത പറയുന്ന യൂട്യൂബ് ചാനലുകളും ഉണ്ട്. അവർ പക്ക മുസ്ലിം വർഗീയതയും ക്രിസ്ത്യൻ വർഗീയതയും ഹിന്ദു വർഗീയതയും ഒക്കെ പറയുന്ന യൂട്യൂബ് ചാനലുകൾ നിരവധിയുണ്ട്. അതെല്ലാം മോശപ്പെട്ടത് തന്നെയാണ്. വർഗീയതയാണെങ്കിൽ കമൻറ്റിൽ കൂടെ ആണെങ്കിൽ പോലും അതിനെതിരെ കേസെടുക്കണം എന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് സിറാജുദ്ദീൻ കപ്പുമ്മൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പൊതുവേദി കാണാൻ വേണ്ടി മാത്രമാണ് ന്യൂസ് 18 വെക്കുന്നതെന്ന് വളരെ വ്യത്യസ്തമായ നല്ല പരിപാടിയെന്ന് നിസാജ് ഉത്രാടം പറയുന്നു. ശ്രീ നിസാജ് ഉത്രാടം, എന്തായാലും താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഞങ്ങളുടെ ബാക്കി പരിപാടികൾ കൂടി കാണണം എന്നുകൂടി താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് ശ്രീ ജയശങ്കറാണ് പാലക്കാട് നിന്ന്. ശ്രീ ജയശങ്കർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിലെ രണ്ട് മുന്നണികളും പറഞ്ഞോളൂ ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. എനിക്ക് ഇതിൽ പറയാനുള്ളത്, PC ജോർജ് ഇപ്പം BJPയുടെ ഘടകകക്ഷിയായി മാറിയപ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നം വന്നത്. കാരണം PC ജോർജ് എന്ന് ചിന്തിക്കണം, 30-35 വർഷം ഈരാറ്റുപേട്ടയിൽ നിന്ന് മുസ്ലിങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച് അവിടെ നിന്ന് ഒരു പിടി അരിയെങ്കിൽ ചോറെങ്കിലും അയാൾ വാരി തിന്നിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളെ അടിച്ച് ആക്ഷേപിക്കാൻ പാടില്ല അയാള്. വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു മതത്തെയും ആക്ഷേപിക്കുന്നത് ശരി അല്ല. അത് വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും അത് പറയാൻ പാടില്ല. അയാളൊരു പൊതുപ്രവർത്തകനല്ലേ, നല്ലൊരു നേതാവായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ ഈ മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഒരു ഇത് നല്ല കലാപത്തിന് ആഹ്വാനം ചെയ്യുകയല്ലേ ചെയ്യുന്നത് അയാള്, മുസ്ലിങ്ങളെ മൊത്തം ഇതാക്കുന്നത്. പിന്നെ ഈ PC ജോർജ് മാത്രമൊന്നുമല്ല കേട്ടോ ഈ പറയുന്നത്. നമുക്ക് വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്ന ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ വരാറുണ്ട്. വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് അത് പണ്ട് മാൻഹോളിൽ വീണ് മരിച്ച അതിന്റെ എന്താണ് പറഞ്ഞത് ആ സമയത്തൊക്കെ എല്ലാം പറയാം. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞു അത് പിന്നെ വേസ്റ്റ് അല്ലേ. അത് ആ മതം ആചരിക്കുന്ന അവരത് വേസ്റ്റായിട്ട് കാണുന്നില്ല. ആ വേസ്റ്റായിട്ട് കാണാത്തപ്പോ അവരാ പ്രവാചകന്റെ മുടി വേസ്റ്റ് ആയിട്ടല്ല കാണുന്നത്. സന്തോഷം, അത് അങ്ങനെയല്ല. അതിന്റെ കോണ്ടസ്റ്റ് എന്താണെന്നൊക്കെ താങ്കൾക്ക് അറിയാമായിരിക്കും കൃത്യമായി തന്നെ. അത് ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ അവർക്ക് ഏതെങ്കിലും വർഗീയവാദികളാണെന്നോ അങ്ങനെ ഏതെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കാം. പിണറായി വിജയൻ ഇതിനു മുമ്പേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെയൊക്കെ ആർജവത്തോടു കൂടി പറയാൻ നേതാക്കൾക്ക് ശക്തി ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അല്ല, അങ്ങനല്ല. സാറിന്റെ അഭിപ്രായം അതായിരിക്കാം, എന്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയുന്നത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അവർ ഈ ജനാധിപത്യ രാജ്യത്ത് ഏത് മതത്തെ എങ്ങനെ വിശ്വസിക്കാം? ദുരാചാരങ്ങളല്ല, അവര് ദുരാചാരങ്ങളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളല്ല അത്. ശ്രീ സന്തോഷ്, നമ്മളൊരു കാര്യം ആലോചിക്കണം. എല്ലാ കാലത്തും എല്ലാ മതത്തിലും ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെയൊക്കെ പറയുമ്പോൾ മതം പറയുന്നത് ഞങ്ങളുടെ മതത്തിനെതിരെയാണ് പറയുന്നത് എന്നാണ്. ആ മതത്തിനെതിരെയല്ല, എല്ലാ മതത്തിലെയും അനാചാരങ്ങൾ മാറി മാറിയാണ് ഇന്നത്തെ ആചാരങ്ങളൊക്കെ. ഇന്നും ഒരുപാട് അനാചാരങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. അതും ഇന്നല്ലെങ്കിൽ നാളെ മാറും. മാറാത്തതായി ഒന്നും മാറ്റം. ഞാനൊരു കാര്യം കേട്ടെ, കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിൽ ഉത്സവം നടക്കുമ്പോ അവിടെ അത് കാവിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് CPM വിളിച്ച ഇംഗ്ലാൻസ് ഉണ്ടാവുക, ചുവപ്പ് കാണുമ്പോൾ ഇംഗ്ലാൻസ് ഉണ്ടാവുക വിളിച്ചു. എന്ത് കേസാണ് എടുത്തേക്കുന്നതില്? എങ്ങനെയാണ് സാറേ ഇംഗ്ലാൻസ് സിന്ദാബാദ് ഒരു ദൈവത്തിന്റെ ഒരു ഇത് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇംഗ്ലാൻസ് സിന്ദാബാദ് വിളിക്കുന്നത്? ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി നടത്തിയെങ്കിൽ അതിന് കേസെടുക്കാം. അല്ലാതെ അത് വർഗീയ ഇംഗ്ലാബ് സിന്ദാബാദ് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? വിപ്ലവം ജയിക്കട്ടെ എന്ന് വിളിക്കുന്നതിന് എങ്ങനെയാണ് എവിടെയെങ്കിലും കേസെടുക്കാൻ കഴിയുമോ? അമ്പലത്തിലാണോ വിപ്ലവം ജയിക്കുന്നത്? എവിടെ എവിടെയും വിപ്ലവം ജയിക്കുമെന്ന് പറഞ്ഞൂടെ? ഞാൻ ചോദിക്കുന്നത് അമ്പലത്തിലോ പള്ളിയിലോ എവിടെ വേണമെങ്കിലും പറയാവുന്ന കേസല്ലേ? അതെന്താണ്? അതൊരു ആത്മീയമായിട്ട് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആത്മീയമായിട്ട് നടക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലെ വലിയ ആത്മീയ ആചാര്യന്മാരൊക്കെയാണ് ഇന്ത്യയിൽ വിപ്ലവം നയിച്ചിട്ടുള്ളവര്.
അത് നിരീശ്വരമായി ചിന്തിക്കുന്നവർക്ക് അത് പറയാം. നിരീശ്വരമായി ചിന്തിക്കുന്നവരല്ല. ഗാന്ധി നിരീശ്വരവാദിയായിരുന്നോ? ഗാന്ധി നിരീശ്വരവാദിയോ അല്ലല്ലോ. ഇന്ത്യയിലെ വലിയ വിപ്ലവം നയിച്ച ആളല്ലേ മഹാത്മാഗാന്ധി? അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നോ? ആ ഗാന്ധിജിക്ക് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കാപ്പ കേസിലെ പ്രതിയെ കടത്തിപ്പോയെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു മന്ത്രിയാ പറഞ്ഞത് പിന്നെ ഗാന്ധിജി ജയിലിൽ കിടന്നില്ലേത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഇപ്പൊ ആ വിഷയത്തിൽ വിട്ടുപോയാണ്ടാണ് പറഞ്ഞത്. നമ്മൾ ഒരു വർഗീയത പറയുന്നതും ഒരു മതത്തെ വിമർശിക്കുന്നു, ഏത് മതത്തെയും വിമർശിക്കാൻ യാതൊരു തെറ്റുമില്ല. ഇത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ശരി, ഓക്കെ. അല്ല, അത് താങ്കളുടെ അഭിപ്രായമല്ലേ, അത് താങ്കൾക്ക് അങ്ങനെ തന്നെ താങ്കളുടെ അഭിപ്രായത്തിൽ തന്നെ നിൽക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. എന്റെ അഭിപ്രായമാണല്ലോ. ശരി, അത് പറയാം. അത് 100% അത് അംഗീകരിക്കുന്നു. ആർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ പി.സി. ജോർജിന്റെ ആവർത്തിച്ചുള്ള ഈ വിദ്വേഷ വർത്തമാനത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. അല്ലെ, പി.സി. ജോർജിന്റെ ഞാൻ നേരത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ, ഒന്ന് അറിയാതെ പറഞ്ഞു, രണ്ട് അശ്രദ്ധ കൊണ്ട് പറഞ്ഞു, മൂന്നാമത്തതൊന്ന് അറിഞ്ഞുകൊണ്ടും കൂടെ പറഞ്ഞു. ഇത് 3 അനുഭവങ്ങളല്ല പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയതയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും BJP ആയിട്ട് അടുത്തതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു മതേതരത്വ കാഴ്ചപ്പാടിലൂടെ പിന്നെ അമിതാവേശത്തിൽ പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരള സമൂഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹത്തെ ഉൾക്കൊണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് BJP പാളയത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹെയ്റ്റ് സ്പീച്ച് മാത്രമായിരുന്നു. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കുരുക്കിയത് ആ ചാനലാണ്. ആ ചാനലാണ് ഇനിയെങ്കിലും ബോധ്യപ്പെടുന്ന ആ ചാനലിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കട്ടെ, എന്നെ കുടുക്കിയതാണെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പലരും ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹം ഇവിടെ പലരും തന്നെ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഈ സ്പീച്ച് പിണറായി വിജയന്റെ പിന്നെ ചില സംഭാഷണങ്ങളുമായിട്ടൊക്കെ ഏച്ചു കെട്ടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. വളരെ കഷ്ടമെന്നേ പറയുന്നുണ്ട്. കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന സാമൂഹിക തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടിട്ടുണ്ട്. EMS സഹിതം ശരീരത്തിനെതിരെയൊക്കെ തന്റെ ഇടത്തോടെ അഭിപ്രായം പറഞ്ഞ കാലങ്ങളും ഉണ്ടായിട്ടുണ്ട് 80കളിൽ. അതിനുശേഷം ബോഡി വേസ്റ്റ് ആയാലും മത്തായി ചാക്കോയുടെ ബോഡി പിന്നെ ശവസംസ്കാരം കാര്യത്തിലായാലും. ശ്രീ രഘു ആണ് പാലക്കാട് നിന്ന്. ശ്രീ രഘു, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഒരു മനുഷ്യനെ കൊല്ലുന്നതാണോ പ്രസംഗമാണോ, ഏതാണ് കൂടുതൽ കാഠിന്യമുള്ള സംഭവം? രണ്ടിനും ഒരേ കാഠിന്യം. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ കാഠിന്യത്തോടു കൂടി വർഗീയതയും അപകടവും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ലോകത്തുണ്ട്, അതറിയാമല്ലോ. ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരാൾ കഴിയും, പക്ഷെ ഒരു സമൂഹത്തെ അപ്പാടെ കലാപത്തിലേക്ക് നയിച്ച എത്രയോ വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെട്ടിക്കൊന്ന ആളാണ് പിണറായി വിജയൻ. ആരെ വെട്ടിക്കൊന്നു? വർഗീയ പ്രസംഗമൊന്നും. ശ്രീ രഘു, ആരെ വെട്ടിക്കൊന്നു? ശ്രീ രഘു അത് പറഞ്ഞിട്ട് പോകും. ശ്രീ രഘു പറഞ്ഞിട്ട് പോകും ആരെ വെട്ടിക്കൊന്നു. ശ്രീ രഘു കള്ളം വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകും. ഞാൻ എന്റെ അഭിപ്രായമാണ്. താങ്കളുടെ അഭിപ്രായം വെറുതെ വിവരക്കേട് അഭിപ്രായം പറയാൻ പറ്റുമോ? പിണറായി വിജയനെ വിവരക്കേട് പറയാൻ പറ്റുമോ താങ്കൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ ആരെ വെട്ടിക്കൊന്നു, ഏത് കേസാണെന്ന് പറയൂ. പിണറായി വിജയനെ പോലെ ഈ നാടിനെ നശിപ്പിച്ച വേറൊരാൾ അതൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അതൊക്കെ താങ്കൾക്ക് പറയാം, പക്ഷെ വെട്ടിക്കൊന്നുള്ള അഭിപ്രായം പറയരുത്. കാര്യമല്ല, അതൊക്കെ താങ്കൾ പറഞ്ഞു. ഈ നാടിനെ വർഗീയമായി വേർതിരിച്ച് ഇത്രയും കുഴപ്പമുണ്ടാക്കി ഒരേ ഒരാൾ പിണറായി വിജയൻ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ ശാപമാണ് പിണറായി വിജയൻ. ഈ നാടിന്റെ ശാപമാണ്. ശരി സമ്മതിച്ചു. എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞ കള്ളം പിൻവലിക്കാൻ അല്ലെങ്കിൽ എന്താണ് പറയാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല. ശ്രീ ഉസ്മാനാണ് കായംകുളത്ത് നിന്നും. എന്തായാലും രഘുവിനെ അങ്ങനെ സമയം കൊടുത്തോണ്ട് കാര്യമില്ല. ശ്രീ ഉസ്മാൻ, താങ്കൾ എങ്ങനെയാണ് പി.സി. ജോർജിന്റെ പ്രസ്താവന കാണുന്നത്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഞാന് പിന്നെ എന്താ പറയാ, നമ്മളെ ജോർജ് സാറിനെ പറ്റിയിട്ട് തുക്ക് ചേരാത്ത കഷായമില്ല എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹം ചേരാത്ത രാഷ്ട്രീയ പാർട്ടി ഇല്ല. പറയുന്നത് ഓരോരുത്തരുടെ പറയുന്ന വർത്തമാനത്തിന് ഒരു മാന്യതയില്ല. നമ്മുടെ സിസ്റ്റർമാരെ സമരം ചെയ്തല്ലോ, കന്യാസ്ത്രീമാര്, അവരെ എന്തൊക്കെയാ പറഞ്ഞത് ഇയാള്? ഇദ്ദേഹത്തിന്റെ പണ്ട് ആൾക്കാർ പറയല്ലോ, പട്ടിയുടെ വാല് കുഴല് ഇട്ട് കഴിഞ്ഞാൽ അത് നൂന്നിരിക്കുമെന്ന്. ഇദ്ദേഹത്തിന്റെ വാലല്ല, എന്ത് കുഴലിട്ടാലും നൂരത്തില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീജിത്താണ് വൈക്കത്ത്. ശ്രീജിത്ത്, ഈ ആവർത്തിച്ച് 33 വർഷമൊക്കെ MLA ആയിരുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പി.സി. ജോർജിനപ്പോ ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ വേറെ ഉണ്ടോ? ഈ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ കലാപം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ആഹ്വാനം ചെയ്യുന്ന മനുഷ്യർ വേറെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ, ഇതിപ്പോ പുള്ളിക്കൊരു ഗ്ലാമർ ഉണ്ടാക്കി കൊടുത്തതല്ലേ?
നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിൽ ആളുകൾ അറിയണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഇതിപ്പോ ചുമ്മാതെ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ഇതായി പോലും. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അങ്ങനെ ഒരു ചുമ്മാതെ കളയാൻ കഴിയുന്ന ഒരാളല്ലോ. ഒരു കാലത്ത് കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന, കേരളത്തിൽ എവിടെ ചെന്നാലും പുള്ളി പറയുന്നതൊക്കെ കേൾക്കാൻ ആളൊക്കെ ഉണ്ടായിരുന്ന വലിയ നേതാവല്ലേ. അങ്ങനെയുള്ള അങ്ങനെ അതുപോലെ ഇരുന്ന ഒരാളെ കുറച്ച് ദിവസമായിട്ട് എവിടെയും ഒരു അനക്കും ഒന്നുമില്ല. ഇപ്പൊ പുള്ളി ക്യാമറയിൽ ഇന്നിപ്പോ കാണുന്നത് താങ്കൾ പറഞ്ഞൊരു വശം കൂടി അതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പറയുമ്പോൾ. ഒരു കാര്യം കൂടി പറയട്ടെ സാറേ. പറഞ്ഞു സാറേ, നേരത്തെ ഒരു മാഡം പറഞ്ഞു എന്തിന് എസ്കോർട്ടോ വയലറ്റ് കൂടി കൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞേ. എവിടെ വയലറ്റോടെ ഇവിടെ പോയുള്ളൂ, അല്ലാതെ പോലീസുകാരെ കയ്യേറ്റം ചെയ്ത് രക്ഷപ്പെടുത്തിയതും കൊണ്ടുപോയില്ല ആരും. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏതോ വിഷയത്തിൽ പറഞ്ഞാണ്. എന്തായാലും ശ്രീ ജയചന്ദ്രനാണ്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് പറയാം. അത് സാറേ, ഈ ഇന്നാളൊരു ചർച്ചയിൽ ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയെന്ന് ഞാൻ അതിന് പറഞ്ഞതാ. PC ജോർജിന് അൻവറിന് അതെ ഇന്നാളൊരു ചർച്ചയിൽ പറഞ്ഞതാ സാറേ സാറിന്റെ അടുത്ത്. ശരി, PC ജോർജിനെ അൻവറിനെയും ഒരു രാഷ്ട്രീയക്കാരും ഉൾക്കൊള്ളാൻ പാടില്ലെന്ന്. ഇവർ രണ്ടും കുഴപ്പക്കാരാ. പിന്നെ ഇപ്പൊ ഒരു കക്ഷി ഇരുന്നുകൊണ്ട് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ ഹലോ കേൾക്കാം ശ്രീ ജയചന്ദ്രൻ. അത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പുള്ളിക്ക് ഏത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ വർത്തമാനം പറയാൻ അറിയൂ. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് ആ രീതിയാണ്, എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ശ്രീ ബിപിനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ബിപിൻ, താങ്കൾ എങ്ങനെയാണ് PC ജോർജിന്റെ ഈ ആവർത്തിച്ചുള്ള വിദ്വേഷ വർത്തമാനത്തെ കാണുന്നത്? ഞാനിപ്പോ ഇത്രയും നേരം ആളുകൾ PC ജോർജിനെതിരെ സംസാരിച്ചതും ആ വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ PC ജോർജ് ചെയ്തത് തീർച്ചയായിട്ടും ഒരു ബഹുസ്വര സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ വിളിച്ച് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ LGBT സമൂഹത്തിനെതിരായിട്ട് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവായിട്ടുള്ള PK ഫിറോസ് സംസാരിച്ചു. നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു അഭിമുഖത്തിലാണ് സംസാരിച്ചത്. അതിനെതിരെ ഇവിടുത്തെ എത്ര പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു എന്ന് നമ്മൾ കണ്ടു. ഒരാളും മിണ്ടിയിട്ടില്ല. അതുപോലെ ഈ അടുത്ത് കാന്തപുരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആര് എന്ത് തോന്നിവാസം പറഞ്ഞാലും അതിനെതിരെ മിണ്ടാൻ പേടിയാണ് വോട്ട് ബാങ്ക് പേടിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും. ഇപ്പൊ PC ജോർജ് പറഞ്ഞത് തീർച്ചയായിട്ടും PC ജോർജ് എല്ലാ കാര്യത്തിലും ഈ അശ്ലീലം തന്നെ പറയുന്ന ഒരു മനുഷ്യനാണ്. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന രീതിയിൽ അതിനെ ന്യായീകരിക്കുന്ന ഒരാളുമാണ്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഈ ക്യൂർ വിരുദ്ധത പറഞ്ഞിട്ട് അതിനെതിരെ ഇവിടെ നിയമങ്ങളുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ സംസാരിക്കാൻ പാടില്ല, സ്വവർഗ അനുരാഗികൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല. സ്വവർഗ അനുരാഗം എന്നൊരു വാക്ക് പോലും പറയാതെ അതിന് പകരം സ്വവർഗ രതി എന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ താങ്കൾ പറഞ്ഞ രണ്ട് വിഷയത്തിലും ഞങ്ങളുടെ ചാനൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചാണ്. ഈ കാന്തപുരത്തിന്റെ വിഷയത്തിൽ ന്യൂസ് 18 പൊതുവേദി പ്രത്യേകം ചർച്ച തന്നെ വെച്ചതാണ്. മറ്റ് നേതാക്കളൊക്കെ സ്വാഭാവികമായും കേരളത്തിലെ പലരും വോട്ട് ബാങ്ക് നോക്കിയൊക്കെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പലപ്പോഴും പ്രതികരിക്കുമ്പോൾ അവർ അങ്ങനെ ആർജവമൊന്നും കാണിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അത്തരം നേതാക്കൾക്കെതിരെ എല്ലാം ഉണ്ട് എന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ പോൾ ഏലിയാസ് ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ പോൾ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, നമുക്ക് ഈ പറഞ്ഞതുപോലെ PC ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിവാദം. മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ പോൾ ഏലിയാസ് അങ്ങനെ PC ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞതായി എത്ര പേര് പറഞ്ഞിരിക്കുന്നു? അവരൊക്കെ നമ്മുടെ പോട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലൊക്കെ തന്നെയാണ്. കാര്യം അറിയാമോ, വോട്ട് വാങ്ങിക്കാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം താങ്കളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പറയാം. ഏതാ? ഈ PC ജോർജ് പറഞ്ഞ പോലെ വർഗീയ വിദ്വേഷം കേരളത്തിലെ എത്ര പേര് പറഞ്ഞു? കാന്തപുരം ഈ അടുത്ത കാലത്ത് എന്തെല്ലാം പറഞ്ഞു? അതുപോലെ മുസ്ലിം എന്തെല്ലാം പറഞ്ഞു? എന്തെങ്കിലും ആക്ഷൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഈ PC ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് 75 വയസ്സായി. അദ്ദേഹത്തിന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേര് പറയൂ, ഉദാഹരണം പറയൂ. മുസ്ലിം എത്ര ആൾക്കാർ ഏതെങ്കിലും ഈ PC ജോർജ് പറഞ്ഞ പോലെ വർഗീയ വിദ്വേഷം പറഞ്ഞ ഏതെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ബാങ്കിന്റെ ഇതുണ്ടാകും. അപ്പൊ അദ്ദേഹം ഒരു പ്രായമായ ഒരു മനുഷ്യൻ, പ്രായമാകുമ്പോൾ അതിന്റെ പക്വത കാണിക്കണ്ടേ? നമ്മുടെ ഏത് നേതാക്കന്മാരെ പക്വത കാണിക്കുന്നു? കേരളത്തിലെ മറ്റു ഒരു പാർട്ടിയുടെ നേതാക്കന്മാരും ഇമാതിരി വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല. ഓയോ, അങ്ങനെയൊന്നും പറയുന്നത് ഒരാളുടെ ഉദാഹരണം പറയൂ ശ്രീ പോൾ ഏലിയാസ്. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഒന്ന് പറയൂ, ഉദാഹരണം പറയൂ. ഞാൻ കുറെ നേരമായി ചോദിക്കുന്നല്ലോ. കാടടച്ച് വെടിവെക്കരുത്.
താങ്കൾക്ക് പിന്നെ പി സി ജോർജിനെ ന്യായീകരിക്കേണ്ട താല്പര്യമൊക്കെ കാണും. പക്ഷേ എല്ലാവരും അതുകൊണ്ട് ഇത് തെറ്റുകാരാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ, സി പി എമ്മുകാരായിക്കോട്ടെ, മറ്റ് കേരളത്തിലെ ഒരുവിധപ്പെട്ട പാർട്ടികളിലൊക്കെ നേതാക്കന്മാരായിക്കോട്ടെ, ഇനി അവരാരും ഇങ്ങനെ ഈ മട്ടിൽ വർത്തമാനം പറയുന്നവരല്ല. ഇനി ബി ജെ പിയുടെ നേതാക്കൾ പോലും ഈ മട്ടിൽ വർത്തമാനം പറയുന്നവരല്ല. ഇല്ല, അത് വേറൊരു കാര്യമുണ്ട് സാറേ. ബി ജെ പിയുടെ നേതാക്കന്മാരെ അങ്ങനെ വർത്തമാനം പറയുന്നുള്ളതല്ല. അദ്ദേഹം ഒരു പാർട്ടിയിലോട്ട് വന്നെന്നും പറഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതായി എന്റെ ശ്രദ്ധയിലില്ല. ഇനി ആർക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു പൊതുമാധ്യമ ശ്രദ്ധയിലൊക്കെ വന്നിട്ടില്ല. അദ്ദേഹം അതിനു മുമ്പൊക്കെ മറ്റ് മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ വർഗീയ വിദ്വേഷം നടത്തിയിട്ടില്ല. വർഗീയ വിദ്വേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിനൊന്നും അല്ല ശ്രീ പോൾ ഏലിയാസ്. ഇത്തരമൊക്കെ തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ തെറ്റാണ് കാണിക്കുന്നത്, നിങ്ങൾ ഇതിന് യോഗ്യരല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അല്ലാതെ മറ്റുള്ളവരെല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരും ഇതൊന്നും ചെയ്യില്ല. എല്ലാവരും മോശക്കാരൊന്നും അല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളൊന്നും മോശക്കാരൊന്നും അല്ല. ആയിക്കോട്ടെ സാർ, എന്തായാലും അദ്ദേഹത്തിന് ഇത്ര പ്രായത്തിലേക്ക് ഒരു മാന്യത എല്ലാവരും നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത്. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് ഈ പി സി ജോർജിന്റെ രണ്ട് മുന്നണിയുടെയും ഭാഗമായും രണ്ട് മുന്നണിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കാലം മുന്നിലുമൊക്കെ നിന്ന് പലതരത്തിലുമൊക്കെ പ്രിയങ്കരനുമൊക്കെ ആയിരുന്ന ആളാണ് പി സി ജോർജ്. പക്ഷേ പുതിയ പി സി ജോർജ് വർത്തമാനം പറയുന്നത് അങ്ങനെയല്ല. പി സി ജോർജിനെ രണ്ടോ മൂന്നോ ഭാഗമായി നമ്മൾ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പി സി ജോർജ് 1, പി സി ജോർജ് 2, പി സി ജോർജ് 3 എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ 3-4 പാർട്ടി മാറി, അങ്ങനെ 3-4 മുന്നണി മാറി. ഈ സമയത്തൊന്നും താങ്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ പ്രായമായതോറും ഈ വൃത്തികേട് പറഞ്ഞ് ഇപ്പൊ ബി ജെ പി അയാളെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കാം. മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തും പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വായ അവരെടുത്ത് വാങ്ങിച്ചു വെച്ചേക്കാം. അവർക്ക് പറയണ്ട, ഇയാളെ കൊണ്ട് പറയിക്കുക. അതാണ് ഇയാളുടെ ജോലി അവിടെ ബി ജെ പിയിൽ. അല്ലാതെ എന്ത് ജോലിയാണ് ഈ പി സി ജോർജിനുള്ളത്? ഏതെങ്കിലും എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ? ഇതുപോലെ വൃത്തികേട് പറയാൻ വേണ്ടി ബി ജെ പി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, RSS വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഇതുപോലെ അപരമത വിദ്വേഷം പരത്താൻ വേണ്ടി RSS വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു കോടാലിയാണ് ഇയാള്. ആ കോടാലി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കൂലിയും കിട്ടും. അതാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന പോലെ ജീപ്പിൽ 2 പോലീസുകാരുടെ ഇടയ്ക്ക് ഇരുന്ന് പേടിച്ച് മുട്ട നിറച്ച് പോകുന്നത്, ഇതുപോലെയുള്ള മാരണങ്ങള്. ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ കാന്തപുരം ഇവർ പറഞ്ഞു അവരൊക്കെ അവരുടെ മതത്തിലുള്ള കാര്യം പറഞ്ഞു. അത് നമ്മൾ വിമർശിച്ചില്ലേ? ഓരോ കാര്യം വരുമ്പോഴും നമ്മൾ കൃത്യമായി വിമർശിക്കാറില്ലേ? കേസ് എടുക്കാറില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, അതും ഇതുപോലെ ഒരു വാഗീറിയ കോടാലിയാണ്. നമ്മുടെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും. നമ്മുടെ വിഷയം അത്ര താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് പി സി ജോർജിന്റെ അഭിപ്രായത്തെ കാണുന്നത്? ഹലോ, ഇത് കാണുന്ന പറഞ്ഞാല് അതാൾ ചെയ്ത പാപം അതാൾ അനുഭവിക്കേണ്ടി വരും. ശരി, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഇനി പറയാനുണ്ടോ? ഇത് അതാൾ ചെയ്ത പാപം അതാൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ശരി, അതിന്റെ ഉണ്ടല്ലോ സാറേ. ശരി, ശ്രീമതി സുധാകുമാരിയാണ് മേനംകുളത്ത് നിന്നാണ്. ശ്രീമതി സുധാകുമാരി, മേനംകുളത്ത് നമ്മുടെ കഴക്കൂട്ടം മേനംകുളത്ത് അല്ലേ? സുധാകുമാരുടെ ടെലിഫോൺ കോളിൽ ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ചില യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. നേരത്തെ പിണറായിയെ പറ്റി പറയുമ്പോൾ താങ്കൾ ഇത്ര ബഹളം ഉണ്ടാക്കുന്നതിന് ജയകുമാർ ചോദിക്കും. ജയകുമാറിൻ്റെ ഞാൻ അങ്ങോട്ട് തിരിച്ച് ചോദ്യങ്ങൾ ചില ചോദിച്ചിരുന്നു ജയകുമാർ. അതിനൊന്നും ജയകുമാർ മറുപടിയൊന്നും കണ്ടില്ല. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒരാൾക്ക് മോശക്കാരനാണെന്നോ ഭരണം മോശമാണെന്നോ ഒക്കെ പറയാം. അതിനൊന്നും നമ്മൾ എതിർത്തിട്ടില്ലല്ലോ. ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാളെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ വെട്ടിക്കൊന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് ഈ സമയം നടക്കുന്നവരുള്ള കാര്യങ്ങൾ അറിയാവുന്നവരല്ലേ കേരളത്തിലെ മനുഷ്യർ. അപ്പോൾ പച്ചക്കള്ളം വന്നെന്ന് എന്തും പറഞ്ഞിട്ട് പോകാമെന്ന് കണ്ടാൽ അതിനെ സ്വാഭാവികമായിട്ട് എതിർക്കും. അത് പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറാതെ ബഹളം വെച്ചാൽ ഉറപ്പായും പറയേണ്ടി തന്നെ വരും ജയകുമാർ. ഇതിനെയൊന്നും മിണ്ടാതിരിക്കാൻ കഴിയില്ല. ശ്രീ പുറം ലോകം കാണിക്കരുതെന്ന് ഹക്കീം പനക്കാട് പറയുന്നു. ഇൻഗ്ലാബ് വിളിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരാം എന്ന് പറയുന്നു. ശ്രീ പി സി, താങ്കൾ പകൽ ഉറങ്ങിക്കോളൂ, രാത്രി ഉറങ്ങണ്ട, പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. പി സിക്ക് ഇനി രക്ഷയില്ല എന്ന് കേദാർ PK പറയുന്നു. എന്തായാലും മറ്റൊന്ന് പറയുന്നത് സമീർ ഭായ്, പി സി ജോർജിനെ പോലെ തന്നെ മറ്റേ ജോർജ് വർഗീയത പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ ഇരുന്ന് ചിരിച്ച ആളെയും അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. മുടി ബോഡി വേസ്റ്റ് ആണെന്ന് ആർജവത്തോടെ പറയാൻ പിണറായിക്ക് കഴിയൂ സുഹൃത്തെ, അതങ്ങനെ മതവർഗീയതയാവും എന്ന് ദർപ്പണം ചോദിക്കുന്നു. ദർപ്പണത്തിനൊക്കെ സ്വന്തമായ ഒരു പേരങ്ങ് സ്വന്തം പേരിലങ്ങ് തുടങ്ങി ചോദിക്കുന്നതല്ലേ ശ്രീ ദർപ്പണം നല്ലത്? എന്തിനാണ് ഇങ്ങനെ അഭിപ്രായത്തിന് വേറെ പേരൊക്കെ ഇടുന്നത്? ഷമീർ ഭായി, അതോടൊപ്പം തന്നെ പ്രജിത്ത്
ചോദ്യം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. PC ജോർജ് ഇതൊന്നും നിർത്തില്ല. ഇപ്പൊ PC ജോർജിന്റെ ശരീരം മാത്രമേ ഭാഗത്തുള്ളൂ. ഇത് നാവും കൊണ്ട് പിന്നും പുറത്തു വരും. ഇനി ഇതൊക്കെ ആവർത്തിക്കും. പിന്നെ ഇപ്പൊ ആജീവനാഥ ജയിലൊന്നും അല്ലല്ലോ കിടക്കുന്നത്. 14 ദിവസം റിമാൻഡ് ചെയ്തു. അതിന് സുപ്രീം കോടതിയിൽ പോകും. അവിടുന്ന് ജാമ്യം കിട്ടും, പുറത്തു വരും. സ്വീകരണം ഗംഭീരം. പിന്നെ ഒരു പ്രേക്ഷകൻ ഇപ്പൊ പറഞ്ഞു മറ്റേ പോലീസുകാരുടെ ഇടയിൽ പേടിച്ച് ഇരിക്കണമെന്ന്. ഒരിക്കലും അയാൾ ചെയ്യില്ല. അയാൾക്ക് ആ പേടിയില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു പ്രത്യേകത. അതാണ് അയാളുടെ ദോഷവും. ശരി, ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. സാറേ, PC ജോർജ് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ UDF നിന്നപ്പം ഗൗരിയമ്മയെ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതെ. പിന്നെ PC ജോർജ് എന്ന് പറഞ്ഞ വിടുവായി കാണിക്കുന്ന ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ വേറെയില്ല. UDF നിന്ന കാലഘട്ടത്തിലാണ് ഗൗരിയമ്മയെ പറ്റി ഒരു വർത്തമാനം പറഞ്ഞു. വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു സംസാരിച്ചത്. വളരെ മോശപ്പെട്ട രീതിയിൽ. കാരണം അത് സാറ് പിന്നെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് നമ്മളിനി വീണ്ടും അത് പറയേണ്ടതില്ലാത്തതുകൊണ്ട് അതല്ല പറഞ്ഞ. അപ്പൊ ആ ഗൗരിയമ്മയുടെ ആത്മാവ് മുകളിൽ ഇരുന്നിട്ട് സന്തോഷിക്കുകയാണ് ഈ PC ജോർജ് ജയിലിലേക്ക് പോകുമ്പോ. പിന്നെ ഒരാൾ പറഞ്ഞു പിണറായി വിജയൻ ആരോ വെട്ടിക്കൊന്നെന്ന്. അല്ല, വിവരക്കേട് പറയാം. അയാള് അന്നേരം ചാനൽ ഓഫ് ചെയ്യണത്, അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണം. ലൈവ് പരിപാടിയിലേക്ക് ആളുകൾ വന്ന് വിളിച്ച് അല്ല, ഈ രഘു എന്ന് പറഞ്ഞു പിണറായി വിജയൻ നാടിന് ശാപം എന്ന് പറഞ്ഞ് രഘുവിനെ തന്നെ ശാപമാണ് രഘുവിന്റെ അച്ഛന്. അങ്ങനെ പറയരുത് ശ്രീ തങ്കച്ചൻ, അത് ശരിയല്ല. അത് ശരിയല്ല ശ്രീ തങ്കച്ചൻ, അങ്ങനെ പറയരുത്. നമ്മള് ഒരാൾ തെറ്റ് ചെയ്തതിന് അയാളുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും തരത്തിൽ പിഴച്ചു പോകുന്നില്ല. അവരുടെ തെറ്റുകൊണ്ടല്ല ഒരാൾ തെറ്റ് ചെയ്തത്. മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ അവരെ പറയണം, അല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനോ അമ്മയോ. അത് ശരിയല്ല ശ്രീ തങ്കച്ചൻ. തങ്കച്ചനായാലും അങ്ങനെ പറയുന്നത് ശരിയല്ല. ആരൊരു കാര്യത്തിലായാലും ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അയാളെ പറയണം, അല്ല അതിന് പകരം അവരുടെ അച്ഛനെ പറയുക, അല്ലെങ്കിൽ അവരുടെ അമ്മയെ പറയുക, ഭാര്യയെ പറയുക, മക്കളെ പറയുക എന്ന് പറയുന്ന ഒരു അന്തസ്സല്ല. അത് യോജിച്ച മനുഷ്യന് യോജിച്ചൊന്നല്ല. ഈ ആളുകളൊക്കെ പറയുന്ന വാക്കുകളുടെ അർത്ഥം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതൊന്നും ഇല്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ, ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അവരെ വിമർശിക്കുക. അത് എത്ര ശക്തമായി, ഞാൻ പറഞ്ഞല്ലോ, രഘുവിനോടും പറഞ്ഞല്ലോ, താങ്കൾക്ക് പിണറായി വിജയനെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല, എത്ര ശക്തമായി വിമർശിക്കാം. അദ്ദേഹം പലതവണ വിമർശിച്ചിട്ടുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ പിണറായി വിജയനെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ കട്ടിയിട്ടില്ല. പക്ഷേ ഇല്ലാത്തൊരു കള്ളം വിളിച്ചു പറയരുത്. ഒരാളെ വിമർശിക്കുന്നതും ഒരാൾക്കെതിരെ കള്ളം വിളിച്ചു പറയുന്നതും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ ഒരാളെ അവഹസിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും വിമർശനം ഉന്നയിക്കുന്നതിനാണ്. വിമർശനം ആർക്കെതിരെയും ശക്തമായി ഉന്നയിക്കുക, അതിനൊരു തടസ്സവുമില്ല ശ്രീ തങ്കച്ചൻ. എന്തായാലും ഈ വിഷയത്തിലൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് മഹാഭൂരിപക്ഷം പ്രേക്ഷകരും PC ജോർജിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ഉണ്ടായത് പറഞ്ഞു. ചിലരെങ്കിലും PC ജോർജിനെ ന്യായീകരിക്കാൻ വന്നപ്പോൾ മറ്റു പല രാഷ്ട്രീയക്കാരൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ 3-4 പേരോടെങ്കിലും ചോദിച്ചു, എങ്കിൽ പിന്നെ ആരാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ അറിവിൽ എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊന്നും ഈ തരത്തിലേക്ക് വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലേക്ക് വർത്തമാനം പറയുന്നവരല്ല. അവരൊക്കെ ആ മിനിമം പക്വതയും പാകതയും ഒക്കെ ഈ പൊതുരംഗത്ത് കാണിക്കുന്നവരാണ്. മഹാഭൂരിപക്ഷം വരുന്നവർ, അത്യപൂർവ്വം ചില ആളുകളെങ്ങാനും ചിലപ്പോൾ കാണും. എന്നാലും അതിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് PC ജോർജിനെ അങ്ങ് വെറുതെ വിട്ടേരെ എന്ന് പറയുന്ന അഭിപ്രായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. സമൂഹം തിരുത്തേണ്ട കാര്യങ്ങൾ ശക്തമായി തന്നെ തിരുത്തി തന്നെ വേണം എന്തായാലും മുന്നോട്ട് പോകാൻ. എന്തായാലും സജീവമായ ചർച്ചയായിരുന്നു PC ജോർജിൻ്റെ വിഷയത്തിലുണ്ടായത്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.